ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. എൻ്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത്. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന വിനോദ് ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് ഉണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അതല്ലല്ലോ പ്രധാനം. ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടിമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പെട്ടിക്കുള്ളിലുണ്ട്. അത് പുറത്ത് വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ 4-ാം തീയതി ഒരു ഉച്ചവരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത്. അത് മാത്രമേ ഉള്ളൂ. അന്നിങ്ങനെ പറഞ്ഞല്ലോ, എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, അന്ന് ഇത്രയും പറഞ്ഞല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോയല്ലോ, എന്തിനാ ഇതൊക്കെ അല്ലേ? അപ്പോൾ വരട്ടെ. ജൂൺ 4 വരട്ടെ. അല്ല, അതൊന്നും നമ്മുടെ ഒരു വ്യാകുലതയാവാൻ പാടില്ല. ഞാൻ ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട്. അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കോളൂ. പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ സിനിമയിൽ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ്. ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത്, ഉദ്യോഗസ്ഥരും ആവണമല്ലോ അല്ലേ? കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത്. ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഴ്ച, ആ ഉദ്യോഗസ്ഥൻ ആര്? ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ളയാളാണോ? പഠിത്തം മാത്രമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ, അത് ഭരണം നൽകിയില്ലെങ്കിൽ
ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും.